അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കോതമംഗലം യൂണിറ്റിന്റെ 41ാമത് വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ജോയിന്റ് സംസ്ഥാന സെക്രട്ടറി കെ.ജി. ചന്ദ്രഹാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജി ടി.ആർ. പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ.ജി. ചന്ദ്രഹാസൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സജി ടി.ആർ. അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥികളായി കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കമ്പുറം, മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് സതീശൻ N.P., ജില്ലാ സെക്രട്ടറി T.A. നാസർ, ജില്ലാ ട്രഷറർ ബിനു P.S., ജില്ലാ വൈസ് പ്രസിഡന്റ് K.R. സുബ്രഹ്മണ്യൻ, യൂണിറ്റ് രക്ഷാധികാരി ജോർജ് എടപ്പാറ, സെക്രട്ടറി മനോജ് ജോസഫ്, ട്രഷറർ ഷൈമോൻ മാത്യു, ജോയിന്റ് സെക്രട്ടറി ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ലൈഫ് ലൈൻ കുടുംബക്ഷേമ പദ്ധതിയിലൂടെ കഴിഞ്ഞ 9 മാസത്തിനിടെ 80 അംഗങ്ങൾക്കായി 8 കോടി രൂപയുടെ ധനസഹായം വിതരണം ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. പരിശീലനം, ഇൻഷുറൻസ്, വെൽഫെയർ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചും ചടങ്ങിൽ വിശദീകരിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. കൂടാതെ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയും ആദരിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ സജി ടി.ആറിനെ പ്രസിഡന്റായും, മനോജ് ജോസഫിനെ സെക്രട്ടറിയായും, ആന്റണി K.R.നെ ട്രഷററായും, ഡേവിസ് P.A.യെ വൈസ് പ്രസിഡന്റായും, T.K. അനിൽകുമാറിനെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.